ആശ്വാസധാരയുടെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. പതിവ് പോലെ നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യമാർ ജോസ് പുളിക്കൽ പിതാവെ സ്വാഗതം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വിവാഹം കഴിഞ്ഞിട്ട് 15 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഒരു സ്ത്രീ നമുക്ക് അയച്ച ഒരു കത്താണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് മക്കളില്ല. സാമാന്യം സാമ്പത്തിക ശേഷിയും ജോലിയും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ല. ഒരുപാട് ചികിത്സകൾ ചെയ്തു. ചെയ്യാത്ത ചികിത്സയും നേരാത്ത നേർച്ചയും സന്ദർശിക്കാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളും ഇനിയൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് എന്തെങ്കിലും ശാപത്തിൻ്റെ ഫലമാണോ? മക്കൾ ഉണ്ടാവാനല്ലേ ദൈവം ഞങ്ങളെ ഒരുമിച്ച് ചേർത്തത്? മക്കൾ ഞങ്ങളുടെ അവകാശമല്ലേ? ഇതാണ് കത്ത്. ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയുടെ, ഒരു കുടുംബിനിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം. ഇങ്ങനെ വേദനിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. തീർച്ചയായിട്ടും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവദിനത്തിൻ്റെ വെളിച്ചത്തിൽ, സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പലതും പങ്കുവയ്ക്കാനുണ്ട്. ഇതിന് മറുവശം നമ്മൾ കാണേണ്ടത്, മക്കളുണ്ടാകാൻ ആഗ്രഹമില്ലാത്ത, മക്കളെ വേണ്ടെന്ന് വെക്കുന്ന ദമ്പതികളുണ്ട്. മക്കളെ ഉദരത്തിൽ വെച്ച് നശിപ്പിച്ചു കളയുന്ന കഠിനമായ പാപം ചെയ്യുന്ന ദമ്പതികളുണ്ട്, ക്രൂരമായ നരഹത്യകൾ. അവിടെയാണ് ഈ കുടുംബം വേറിട്ട് നിൽക്കുന്നത്. ഇവരെ അഭിനന്ദിക്കണം. കാരണം മക്കൾക്ക് വേണ്ടി, ദൈവം തരുന്ന ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. അവരും അടുത്തിട്ടുണ്ട്, ഇപ്പം മനസ്സും അടുത്തു. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്, മക്കൾ ഞങ്ങളുടെ അവകാശമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. സത്യത്തിൽ മക്കൾ നമ്മുടെ അവകാശം അല്ല. കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും ചോദ്യം, ഞങ്ങളിങ്ങനെ ഒരുങ്ങി കാത്തിരുന്നിട്ടും ഈ ദാനം ഞങ്ങൾക്ക് തന്നില്ലല്ലോ ദൈവം എന്നുള്ള സങ്കടമാണ്. അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നിരാശപ്പെടാനുള്ളൊരു സമയം അല്ലിത് എന്നുള്ളതാണ്. വർഷങ്ങൾ നീണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിലൊരാൾ മാത്രമാണ് ഈ വ്യക്തിയെന്ന് നമുക്ക് ഓർക്കാം. ഇത് നമുക്ക് ബൈബിളിലേക്ക് പ്രവേശിക്കാം. ബൈബിളിൽ പലപ്പോഴും ഇവിടെ ചോദിക്കുന്ന ചോദ്യം തന്നെ അതാണ്. ഇത് ശാപത്തിൻ്റെ ഫലമായിട്ടാണോ? ബൈബിളിൽ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ മക്കളില്ലാത്ത ദമ്പതികൾ ദൈവശാപത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് അത്തരം ഒരു അവസ്ഥ ഉണ്ടായി എന്നതിൻ്റെ സൂചനകൾ ഉണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ധാരാളം ഉദാഹരണങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രമേയങ്ങളും മക്കളില്ലാത്ത ഈ അവസ്ഥയെ ശാപമായിട്ട് കാണേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അപ്പോൾ ദൈവവചനവും സഭയുടെ പ്രബോധനങ്ങളും ഒരിക്കലും ഈ അവസ്ഥയെ ശാപമായി കാണുന്നില്ല. അതുകൊണ്ട് അതുതന്നെ വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. ഒരിക്കലും ഇത് ശാപമല്ല. ഉദാഹരണത്തിന് അബ്രാഹത്തിൻ്റെ കാര്യം എടുക്കാം. അബ്രാഹം സാറാ ദമ്പതികൾ വിശുദ്ധരായി ജീവിച്ചവർ, വിശ്വാസികളുടെ പിതാവായി മാറിയ അബ്രാഹം. അപ്പോൾ അങ്ങനെ അനുഗ്രഹീതമായ ഒരു കുടുംബം, ആ കുടുംബത്തിന് മക്കളില്ലാതെ അവർ വേദനിച്ചു കഴിഞ്ഞു. പക്ഷെ അവരൊരിക്കലും ദൈവത്തെ പഴിച്ചില്ല, ദൈവത്തെ മറന്നില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ അവർ കാത്തിരിക്കുകയാണ് ചെയ്തത്. ആ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ 3 അതിഥികളെ, രൂപങ്ങളെ അവർ സ്വീകരിക്കുന്നുണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന വിധം 3 ദൂതന്മാരെ അവർ സ്വീകരിക്കുന്നുണ്ട്, അബ്രാഹാം സ്വീകരിക്കുന്നുണ്ട്. എത്ര ആദരവോടുകൂടിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എതിരേൽക്കുന്നത് എന്നോർക്കുക. ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ആയിട്ടാണ് അബ്രാഹത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ അവസ്ഥയെ നന്നായിട്ട് സ്വീകരിച്ച ഒരു മനുഷ്യനായിരുന്നു അബ്രാഹാം. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ ആ പൂർണ്ണതയിലാണ് അദ്ദേഹത്തിന് ഒരു വരദാനമായിട്ട് അബ്രാഹാം സാറാ ദമ്പതികൾക്ക് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടൊരു കുഞ്ഞിനെ നൽകുന്നത്. അപ്പോൾ കാത്തിരിപ്പിൻ്റെ അങ്ങേയറ്റത്ത് ദൈവം അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. പിന്നെയും ഓർക്കുക, ആ കുഞ്ഞിനെ തന്നെ, ഇസ്ഹാക്കിനെ തന്നെ, ഇസ്ഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചിരിയുടെ പുത്രൻ എന്നാണ്. ഇസ്ഹാക്ക് എന്നുള്ള ആ വാക്കിൽ തന്നെ, ആ ഹെബ്രായ നാമത്തിൽ തന്നെ ഒരു ചിരിയുടെ കിടുക്കമുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പുത്രനെ ദൈവം കൊടുക്കുകയാണ്, വലിയൊരു വരദാനമായിട്ട്. അവർക്ക് വലിയ സന്തോഷമായി. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ കുറേ അങ്ങ് കഴിഞ്ഞ് ഈ കുട്ടി വളർന്നു വന്നപ്പോഴേക്കും ദൈവം വീണ്ടും ആവശ്യപ്പെടുകയാണ് ഈ കുഞ്ഞിനെ ബലി കഴിക്കണമെന്ന്. അപ്പോഴവർ തിരിഞ്ഞ് ദൈവത്തോട് ചോദിക്കുന്നില്ല, അബ്രാഹാം ചോദിക്കുന്നില്ല, എന്തിനാണ് നീ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? ഇതിന് നടപ്പില്ല. നീ എന്നെ അനുഗ്രഹിച്ചെങ്കിൽ നീ എന്നോടൊരു വാക്ക് തന്നിട്ടുണ്ട്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് മക്കളെ തരുമെന്ന്.
എന്നിട്ട് നീ ഇപ്പോൾ ഈ മകനെ തിരിച്ചെടുക്കുന്നോ എന്ന് ചോദിച്ച് പരിഭവിക്കും. പക്ഷേ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നതല്ലാതെ ഒരിക്കൽ പോലും അബ്രാഹാം അത് ദൈവഹിതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല. പരിഭവിക്കുമെന്ന് പറഞ്ഞത് ഉള്ളിലൊരു വികാരം എന്ന നിലയിൽ ഒരുപക്ഷെ ചിന്തിച്ചു കാണുമെന്ന അർത്ഥത്തിലേ ഉള്ളൂ. പക്ഷേ ഒരിക്കൽ പോലും അതൊരു പരിഭവമായിട്ടോ ദൈവത്തെ എതിരായ ഒരു വാക്കായിട്ടോ ഒരു നിമിഷം പോലും അബ്രാഹാം അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ തന്നെ നെഞ്ചു പറയുന്ന വേദനയോടെയാണെങ്കിലും ആ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. അതാണ് അബ്രാഹാം. ഈ അബ്രാഹാം ഈ സഹന വഴിയിലൂടെ കടന്നുപോയി. അങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവാകുന്നത്. വലിയ കാത്തിരിപ്പിൻ്റെ, പ്രാർത്ഥനയുടെ, സമർപ്പണത്തിൻ്റെ ഫലമാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായി മാറുന്നത്. അബ്രാഹത്തിൻ്റെ ദൈവമാണ് ദൈവം എന്ന് മാത്രമല്ല, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് ദൈവം അറിയപ്പെടുന്നത്. അബ്രാഹത്തിൻ്റെ ആ സന്തതിയിലൂടെ, ആ പരമ്പരയിലൂടെ ദൈവം അറിയപ്പെടുകയാണ്. അത്രയും മഹത്തായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അത് ശാപമാണോ? ഒരിക്കലുമല്ല. ഇനി ഹന്ന ഏൽഖാന ദമ്പതികളുടെ കാര്യം. ഹന്ന വന്ന് ആ ഹേലി എന്ന പുരോഹിതൻ ദേവാലയത്തിലായിരിക്കുമ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നൊരു സന്ദർഭമുണ്ട്. അവൾ ഇങ്ങനെ ഹൃദയം നിറഞ്ഞ വേദനയോടെ പ്രഭാതത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹേലിക്ക് ഒരു പക്ഷേ ആ സമയത്ത് മനസ്സിലാകുന്ന പോലും ഇല്ല, ഇത് ഇവൾ എന്താണ് ഈ പറയുന്നത്, ഇവൾ മദ്യപിച്ച് ഉന്മത്തിയായിട്ട് വന്ന് നിൽക്കുക എന്നൊക്കെ പറയും. പക്ഷേ അവൾ പറയും, എൻ്റെ സങ്കടങ്ങൾ ഞാൻ എൻ്റെ തമ്പുരാനോട് പറയുകയാണെന്ന്. കർത്താവിനോട് സങ്കടങ്ങൾ പറയുകയാണ്. ഹേലി ആ പുരോഹിതൻ അവളെ അനുഗ്രഹിക്കും, അവൾക്കൊരു കുഞ്ഞിനെ ജനിക്കും. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ജനിച്ച ആ മകനാണ് സാമുവേൽ പ്രവാചകൻ. വലിയൊരു പ്രവാചകനാണ്. രാജാക്കന്മാരെ വാഴിച്ച, പ്രവാചകന്മാരെ വാഴിച്ച വലിയൊരു സാമുവേൽ പ്രവാചകൻ. അപ്പോൾ ഇതാണ്, അങ്ങനെ കർത്താവിൻ്റെ പദ്ധതിക്ക് കാത്തിരിക്കുന്നവർക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്രയും നാൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞിനെ കിട്ടിയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റണം. ദൈവം എപ്പോൾ വേണമെങ്കിലും ഇടപെടും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പരിശുദ്ധ കന്യകാമറിയത്തോട് ദൈവദൂതൻ പറയുന്ന ആ വാക്കുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ സത്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു അസാധ്യതയായിട്ടൊന്നും കാണാതെ, അവകാശങ്ങളായിട്ട് വാദിക്കാതെ, അനുഗ്രഹം തരാനുള്ള ഒരു അവസരമായിട്ട് കാത്തിരിക്കാനും ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കാനും പൂർണ്ണമായി സമർപ്പിക്കാനും സാധിക്കണം. ഒരുപക്ഷെങ്കിൽ പൂർണ്ണമായ ഒരു സമർപ്പണം ദൈവം ആവശ്യപ്പെടുന്നുണ്ടാകും. ആ സമർപ്പണത്തിലൂടെ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഒരു ആമുഖം എന്ന നിലയിൽ ഇങ്ങനെ നമുക്ക് കാണാം. പിന്നെ തീർച്ചയായിട്ടും മാനുഷികമായ രീതിയിലും ആധുനിക സാങ്കേതിക വളർച്ചയുടെ അല്ലെങ്കിൽ ആരോഗ്യപരിരക്ഷയുടെ മെഡിസിൻസ് ഒക്കെ വളർന്ന നിലയിൽ ധാരാളം ചികിത്സാ രീതികൾ ഇനിയും അവശേഷിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ചികിത്സാ രീതികളെക്കുറിച്ച് ന്യായമായിട്ടുണ്ടാകുന്ന ചില സംശയങ്ങൾ, പ്രത്യേകിച്ച് IVF പോലെയുള്ള കൃത്രിമ ബീജസങ്കലന ഉപാധികൾ, ഇത് ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല എന്നുള്ള ഒരു വാദമുണ്ട്. ഇത് ശരിയാണോ? അത് വാദമല്ല, അത് ചേർന്നതല്ല എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ തിരിച്ചറിയണം. സഭയുടെ വിശ്വാസ പൈതൃകങ്ങളുടെയും കൂടെ വെളിച്ചത്തിലാണ്. അതിനെക്കുറിച്ച് സഭയുടെ ഈ മതബോധന ഗ്രന്ഥം മാത്രമല്ല, ഹ്യൂമാനെ വീഥെ, എവാങ്കലിയം വീഥെ, ദോനും വീഥെ, അമോരിസ് ലത്തീസ്യ തുടങ്ങിയ എല്ലാ ഔദ്യോഗിക പഠനങ്ങളും ഈ മേഖലയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി CCC എന്ന് പറയുന്ന ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 3-ാമത്തെ പാർട്ട് ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ ഇതിൻ്റെ 2376-ാമത്തെ നമ്പറിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയും. ദാമ്പത്യ പങ്കാളിത്തത്തിന് പുറമേ നിന്ന് ഒരു വ്യക്തിയെ, അതായത് ബീജമോ അണ്ടമോ ദാനം ചെയ്യൽ, ഗർഭപാത്രം വാടകയ്ക്ക് കൊള്ളുക എന്നിവയിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭർത്താക്കന്മാരെ വിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ വളരെ അധാർമികമാണ്. തനിക്കറിയാവുന്നവരും വിവാഹത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരുമായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കാനുള്ള കുഞ്ഞിൻ്റെ അവകാശത്തെ ഈ തരത്തിലുള്ള വിദ്യകൾ ഭഞ്ജിക്കുന്നു. പരസ്പര ദാനത്താൽ മാതാവും പിതാവുമാകാനുള്ള ദമ്പതികളുടെ അവകാശത്തെയും അവ ധ്വംസിക്കുന്നു. അടിസ്ഥാനപരമായ ഒരു കാര്യം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, വിവാഹത്തിന് വചനാധിഷ്ഠിതമായിട്ട് തന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ വ്യക്തമാക്കുന്ന വിധം 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വിവാഹത്തോടു കൂടിയ ആ ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിൽ, സെക്സ്വൽ ഇൻ്റർകോഴ്സിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട 2 ഘടകങ്ങളാണ്. ഒന്ന്, സ്നേഹത്തിൻ്റെ ആഴമായ ഒരു പങ്കുവയ്ക്കൽ. 2, ജീവനിലേക്കുള്ള തുറവി.
അപ്പോൾ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലും ജീവനിലേക്ക് ഉള്ള തുറവിയും ഇല്ലാത്തതെല്ലാം തന്നെ അധാർമികമായിട്ടാണ് സഭ അതിനെ കാണുന്നത്. ഇവിടെ ഈ പറഞ്ഞ വാടകയ്ക്കുള്ള ഗർഭധാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വളരെ അധാർമികമായ ഒരു ബിസിനസ്സാണത്. അതിനെ തികച്ചും അധാർമികം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി അതിനുശേഷം പിന്നെ വരുന്ന 2377 ആ നമ്പറിൽ പറയുന്നത് ദമ്പതികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാങ്കേതിക വിദ്യകൾ, അതായത് ഭർത്താവിനാലുള്ള കൃത്രിമ ബീജസങ്കലനവും ബീജാണ്ട സംയോഗവും ഒരുപക്ഷെ തിന്മ കുറഞ്ഞവയാണെങ്കിലും അവയും ധാർമ്മികമായി അസ്വീകാര്യമായി നിലനിൽക്കുന്നു. അവ ലൈംഗിക സംയോഗത്തെയും പ്രജനന പ്രവൃത്തിയെയും തമ്മിൽ വേർതിരിക്കുന്നു. രണ്ട് വ്യക്തികൾ പരസ്പരം ദാനം നൽകുന്ന പ്രവൃത്തിയിലൂടെ അല്ല ഇവിടെ കുഞ്ഞിന് ജന്മം നൽകപ്പെടുന്നത്. IVF-ൻ്റെ കാര്യമൊക്കെ പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെ, അതായത് രണ്ടർത്ഥത്തിൽ അത് വരാം. ഒന്ന്, ഇതര വ്യക്തികളുടെ ബീജാണ്ട സങ്കലനങ്ങളിലൂടെ രൂപപ്പെടുന്ന ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു, അതിൻ്റെ ആ ഒരു ഭ്രൂണാവസ്ഥയിലായിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ അത് രണ്ട് വ്യക്തികളുടെ ആണെന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയ അധാർമികമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇനി ഏക വ്യക്തികളുടെ ആണെങ്കിൽ പോലും അത് ഒരു ഇൻട്രാ കോർപ്പോറിയൽ ആക്ട് അവിടെ നടക്കാത്തത് കൊണ്ട് ഈ രണ്ട് ലക്ഷ്യങ്ങളും, ആദ്യം പറഞ്ഞ രണ്ട് ലക്ഷ്യങ്ങളും, സ്നേഹത്തിൻ്റെ ബന്ധമോ പരസ്പരമുള്ള സമർപ്പണമോ അതുപോലെ ജീവനിലേക്കുള്ള തുറവിയോ ഒന്നും അവിടെ കാണാത്തത് കൊണ്ട് അതും അത്തരത്തിൽ ഒരിക്കലും സ്വീകാര്യമായിട്ട് സഭ കാണുന്നില്ല. തന്നെയല്ല, ഇങ്ങനെ IVF പോലെയുള്ള ഇതിൽ പല എംബ്രിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചിലത് നശിപ്പിച്ച് കളയുന്ന ഒരു സംഗതി, അത് തന്നെ അത് ജീവന് എതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് സഭ കാണുന്നത്. തീർച്ചയായിട്ടും അതെ. കാരണം അതിനകത്തൊക്കെ ഫ്രീസ് ചെയ്യപ്പെടുന്ന ധാരാളം എംബ്രിയോസ് ഉണ്ടാകും. ലക്ഷക്കണക്കിന് എംബ്രിയോസ് അങ്ങനെ ലോകത്തിൽ പല ഭാഗത്തും ഫ്രീസ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജീവൻ്റെ ആദ്യ അംശങ്ങളാണ്, എന്ന് വെച്ചാൽ ജീവൻ തന്നെയാണ്, ഒരു വ്യക്തിയാണത് സഭയുടെ കാഴ്ചപ്പാടിൽ. എപ്പോൾ ഒരു ജീവൻ ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ബീജവും അണ്ടവും ചേരുന്ന ആദ്യ നിമിഷം തന്നെ, ഒരു ജീവൻ്റെ തുടിപ്പുണ്ടാകുന്ന ആദ്യ നിമിഷം തന്നെ അത് മനുഷ്യവ്യക്തിയാണ്. അതിനെ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് മനുഷ്യന് അവകാശമൊന്നുമില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ പറഞ്ഞത്, മനുഷ്യൻ്റെ അവകാശമല്ല. മനുഷ്യജീവൻ്റെ മേൽ മനുഷ്യന് അവകാശമില്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം എണ്ണം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെ കൊല്ലപ്പെടുന്നു. അത് ക്രൂരമായ നരഹത്യ തന്നെയായിട്ടാണ് സഭ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ കാണുന്നത്. പിന്നെ എന്താണ് അനുവദനീയമായിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക പ്രക്രിയയിലൂടെ സംയോഗത്തിലൂടെ ബീജ അണ്ട സംയോഗം നടക്കുന്നതിന് ഉണ്ടാകുന്ന താമസമോ അല്ലെങ്കിൽ അതിലേക്ക് ഗർഭപാത്രത്തിലേക്ക് ബീജം എത്തുന്നതിനുള്ള വഴിയിലെ ബ്ലോക്കുകളോ ഒക്കെ ഒരു എക്സ്റ്റേണൽ ഇൻ്റർവെൻഷനിലൂടെ, ഒരു മെഡിക്കൽ ഹെൽപ്പിലൂടെ, ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പിലൂടെ അതിനെ നയിക്കാൻ പറ്റും. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. അത്തരം പോസിബിലിറ്റീസ് ഉണ്ട്. അതിനകത്ത് ആദ്യം പറഞ്ഞ രണ്ട് ലക്ഷ്യങ്ങളും സാധ്യമാകുന്നത് കൊണ്ട് അങ്ങനെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് സ്വീകാര്യമാണ്, അതിനകത്ത് തെറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പോസിബിൾ ആയിട്ടുള്ള സാധ്യതകളൊക്കെ, അവൈലബിൾ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് വിരുദ്ധമായി വരുന്നത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യജീവൻ്റെ വിലയ്ക്ക് വിഘാതമാണ്, മനുഷ്യൻ്റെ മഹത്വത്തിന് വിഘാതമാണ്, കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിഘാതമായതുകൊണ്ട് സഭ അതിനെ അംഗീകരിക്കുന്നില്ല. ഈ സാധാരണഗതിയിൽ മക്കൾ ഇല്ലാത്ത ദമ്പതികൾക്ക് അഡോപ്ഷൻ എന്നുള്ള ഒരു വലിയ ഓപ്ഷനുണ്ട്, ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യതയിലേക്ക് പലപ്പോഴും നമ്മുടെ ദമ്പതികൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷെ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തി കൂടിയല്ലേ? തീർച്ചയായിട്ടും അതെ. വാസ്തവത്തിൽ വിവിധ സാധ്യതകൾ, ഒരുപക്ഷെ ദൈവം മക്കളെ നൽകാതിരിക്കുന്നതിൻ്റെ പിറകിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതികൾ മനോഹരമായിട്ട് ഇതൾ വിരിഞ്ഞ് വരുന്നത് പിന്നീട് തിരിച്ചറിയാൻ പറ്റും. പല ദമ്പതികളും വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ നിയമാനുസൃതം അഡോപ്ഷൻ നടത്തും. അഡോപ്ഷൻ നടത്തുന്നതിന് കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട്, അതിന് വ്യക്തമായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട് ആ കുട്ടിക്ക്, മാതാപിതാക്കളുമായിട്ടുള്ള കൃത്യമായ കടമകൾ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിയമബദ്ധമായിട്ട് അഡോപ്ഷൻ നടത്താൻ സാധിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ അഡോപ്ഷൻ നടത്തുന്നതിലൂടെ സ്വന്തം കുഞ്ഞിൻ്റെ സ്ഥാനത്ത് തന്നെ ശരിയായ മാതാപിതാക്കളായിട്ട് തന്നെ ആ വ്യക്തിയെ പരിപാലിക്കുകയും അങ്ങനെ അതിനെ സ്നേഹിക്കുകയും ചെയ്ത് വളർത്തുന്നു. അതൊരു സാധ്യതയാണ്. ഇതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, ഈ മറ്റ് ധാരാളം വ്യക്തികളെ കുഞ്ഞുങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കുക, ഒത്തിരി സാധ്യതകളുണ്ട്. ഇതിനകത്ത് തന്നെ ഈ CCC തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ
2379 നമ്പറിൽ ശാരീരിക വന്ധ്യത ഒരു മഹാദൗർഭാഗ്യമല്ലെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. അതിന് ദൗർഭാഗ്യമായിട്ട് ഒരിക്കലും സുവിശേഷങ്ങൾ പറയുന്നില്ല. ന്യായമായ എല്ലാ വൈദ്യശാസ്ത്ര പ്രതിവിധികളും തേടിയിട്ടും വന്ധ്യതയ്ക്ക് പരിഹാരം കാണാത്ത ദമ്പതികൾ എല്ലാ ആത്മീയ ഫലസിദ്ധിയുടെയും ഉറവിടമായ കർത്താവിൻ്റെ കുരിശിനോട് തങ്ങളെ തന്നെ ഐക്യപ്പെടുത്തേണ്ടതാണ്. എന്നിട്ട് പറയും, അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുത്തും അവരവർക്ക് വേണ്ടി ദുഷ്കരമായ സേവനങ്ങൾ ചെയ്തും അവർ തങ്ങൾക്കുള്ള ഉദാരത പ്രകടമാക്കാവുന്നതാണ്. അതൊരു വലിയ കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് സമർപ്പിതരാകുന്നവരുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ. ദൈവം എന്തൊക്കെയാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് ദൈവം അതിൻ്റെ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തരും. ആവശ്യമായ ട്രീറ്റ്മെൻറ്റ്സ്, ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ. അത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സ്വീകരിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ട് നിയമാനുസൃതമായിട്ട് അധാർമികമല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാവുന്നതാണ്. ഏതെങ്കിലും നല്ല വൈകല്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാം. അതുപോലെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയും ചെയ്യാം. എന്നിട്ടും നമുക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ലെങ്കിലും നിരാശപ്പെടാൻ പാടില്ല. ദൈവം വലിയ സന്തോഷവും സമാധാനവും ആ കുടുംബത്തിൽ വർഷിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. അങ്ങനെ ഒത്തിരി സാധ്യതകളുണ്ട്. അവർ കംപ്ലീറ്റ്ലി കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സമർപ്പിതരെ പോലെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള ദമ്പതികളുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവർ അങ്ങനെയൊക്കെയുണ്ട്. അതിനൊക്കെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വന്ധ്യത ഇപ്പോഴൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതായിട്ട് പലപ്പോഴും പല പഠനങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ ഒരു ജീവിതശൈലിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് വന്നു ചേർന്നതാണ് അത്തരം പ്രതിഭാസങ്ങൾ. ഒരുപക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാം. ശൈലീ രോഗങ്ങൾ എന്ന് പറയുന്നിടത്ത് രോഗങ്ങൾ തന്നെയുണ്ട്. അപ്പം ജീവിതശൈലിയുടെ പ്രത്യേകതകൾ, ഈ ചുറ്റുവട്ടങ്ങളുടെ പലതരത്തിലുള്ള വിഷലിപ്തമായ അന്തരീക്ഷം, ജീവിതക്രമങ്ങളുടെ ചില ക്രമഭംഗങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന് കാരണമായിട്ട് വന്നേക്കാം. മെഡിക്കൽ റീസൺസ് കൂടുതൽ അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെക്കാൾ കൂടുതൽ മെഡിക്കലായിട്ട് അതിനെ ഒരു പക്ഷേ കൂടുതൽ അപഗ്രഥിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇത് വർദ്ധിച്ചു വരുന്നതിൻ്റെ പിറകിൽ മനുഷ്യൻ്റെ തിന്മയും അധാർമികതയും ഇല്ലേ എന്നുകൂടി ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെക്കുന്ന മാതാപിതാക്കൾ അവരുടെ സ്വാർത്ഥ സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അവർ മക്കളെ സ്വീകരിക്കാൻ ഒരുപക്ഷെ തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ളവർക്ക് മക്കളെ ലഭിക്കാതെ പോകുന്നുണ്ട്. ലേറ്റ് മാരേജ് ഒരു പ്രശ്നമാണ്. ലേറ്റ് മാരേജ് ഒരു പ്രശ്നമാണെന്ന് മെഡിക്കൽ റീസൺസ് പറയാറുണ്ട്. അതും അങ്ങനെ കുഞ്ഞുങ്ങൾ പിറക്കുന്നതിനുള്ള ആരോഗ്യമുള്ള സാഹചര്യങ്ങളിൽ അതിന് തയ്യാറാവാത്തതിൻ്റെ പേരിൽ അത് സാധിക്കാതെ പോകുന്ന ദമ്പതികളുമുണ്ട്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങളെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ദൈവം തരുന്ന ദാനത്തെ സന്തോഷപൂർവ്വം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള സന്നദ്ധത ഒത്തിരി ആവശ്യമാണ്. ഏതൊക്കെയായാലും ഈ ദമ്പതികൾക്ക് നല്ലൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാവുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ദാമ്പത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ തരത്തിൽ കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും കാത്തിരിക്കുക, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടത് ഒരു അനിവാര്യതയല്ല. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കാര്യം തന്നെ പങ്കുവയ്ക്കാൻ സാധിക്കും. ഞാൻ മാതാപിതാക്കൾ കല്യാണം കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഒരു വ്യക്തിയാണ്. 20 വർഷങ്ങൾ അവർക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കേണ്ടി വന്നു ഈ ഭൂമിയിൽ എനിക്കൊരിടം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് 15 കൊല്ലമാണ് പറയുന്നത്. ഇത് 15 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നുമല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ഞാൻ മനസ്സിലാക്കുന്നു ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരുന്നു, നല്ല വിശ്വാസമുള്ളവരായിരുന്നു. അവർ ദൈവത്തെ പഠിച്ചില്ല. അവർ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് ഉത്തരം നൽകി. ആ മാതാപിതാക്കൾ അനുഗ്രഹീതരായി മാറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ദൈവാനുഗ്രഹം നിറഞ്ഞതായി മാറി. ഒരുപക്ഷെ അവരിങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ അത്രമാത്രം അവർ ദൈവകൃപ സ്വീകരിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ അവസരങ്ങൾ പോലും ദൈവം തരുന്ന വലിയ വളരാനുള്ള സാധ്യതകളാണ്. അബ്രാഹത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്. എനിക്കറിയാവുന്ന മറ്റൊരു ദമ്പതികളെ ഞാൻ ഓർക്കുന്നു. ഒരു തൃശ്ശൂർ രൂപതാംഗമാണ്, ഒരു ജോസ് പോൾ ആൻഡ് ട്രീസ ദമ്പതികൾ. ഈ ജോസ് പോൾ ട്രീസ ദമ്പതികൾ ജയിൽ മിനിസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അവർക്ക് വലിയ സങ്കടവും വേദനയുണ്ട്. നല്ല പ്രാർത്ഥിക്കുന്ന, ആധ്യാത്മികതയുള്ള, നല്ല വിശ്വാസമുള്ള മനുഷ്യരാണ്. അവർ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നു, ധാരാളം നേർച്ചകൾ നേരുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല. അവർ നിരാശരായില്ല. അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത്, ജോസ് പോളും ട്രീസായും ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ധാരാളം ആളുകളുടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെ തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ചൊരു നല്ല പ്രാർത്ഥനാ കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുത്തു. അവിടെ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ധ്യാനങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഒത്തുചേരും. ആഴമായ ഒരു ആധ്യാത്മികതയിലേക്ക് അവരങ്ങനെ വളരുന്നു.
അവരുടെ സങ്കടങ്ങളും വേദനകളും അവർ പരസ്പരം പങ്കുവെക്കുന്നു. സമാനമായ ജീവിത സാഹചര്യങ്ങളിലും ദുഃഖങ്ങളിലും പെട്ടവർ ഒരുമിച്ച് പങ്കുവെക്കുമ്പം അവർക്ക് വലിയ ആശ്വാസം കിട്ടുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ തന്നെ ചലിപ്പിക്കാനും അത്തരം സമാന വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാനും ഒക്കെ ഇദ്ദേഹം രൂപീകരിച്ച ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇപ്പോഴും ആ പ്രസ്ഥാനം ഇപ്പോഴും ആ പ്രസ്ഥാനമുണ്ട്. എന്ന് മാത്രമല്ല, ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ജോസ് പോളിനും ട്രീസയ്ക്കും ഒരു നല്ല ആൺകുട്ടി പിറന്നു. ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ ഇങ്ങനൊരു വലിയ സാധ്യത തുറക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രസ്ഥാനം തുറക്കപ്പെടുകയില്ലെന്ന് വേണം കരുതാൻ. ആ കുട്ടി നല്ല മിടുക്കനായിട്ട് പഠിച്ചപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നല്ല പ്രഗത്ഭനായിട്ട് വളർന്നു വരുന്നു. അങ്ങനെ ധാരാളം ദമ്പതികൾക്ക് അതിലൂടെ തന്നെ കുഞ്ഞുങ്ങൾ ലഭിക്കാനിടയായി. അല്ലാത്തവർ ആശ്വാസം പ്രാപിക്കുന്നു. അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് സാധ്യതകൾ ദൈവം ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മോട് പങ്കുവെച്ച ഈ സഹോദരി വേദനിക്കുന്ന പോലെ അല്പം പോലും ഇതിനെക്കുറിച്ച് ഇതൊരു ശാപമാണെന്നോ ഇതൊരു ദൈവശിക്ഷയാണെന്നോ ഒന്നും കരുതേണ്ട കാര്യമില്ല. ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ട സമയമായിട്ട് തന്നെ കരുതിയാൽ മതിയാവും. അല്ലെങ്കിൽ ദൈവം സമയത്ത് മറ്റെന്തെങ്കിലും ഒരു പദ്ധതി ഏറ്റവും മനോഹരമായത്, അവരുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അതിനോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് ഒത്തിരി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, വിശ്വാസത്തിൻ്റെ നല്ല സാക്ഷ്യങ്ങളായി ജീവിക്കാൻ അവർക്കത് സാധ്യമായി തീരും. അങ്ങനെയൊരു വലിയ സാധ്യത ഞാനിവിടെ കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള നല്ലൊരു അവസരമായിട്ട് കാണാൻ നമുക്ക് കഴിയും. പലപ്പോഴും ഇങ്ങനെ കാത്തിരുന്നും പ്രാർത്ഥിച്ചും ഒക്കെ ദൈവം മക്കളെ കൊടുക്കുന്നത് ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നിർവഹിക്കാനുണ്ടാവും. ഒരു വലിയ സന്ദേശം അതിലൂടെ ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ അനുഭവിക്കുന്നവർക്കെല്ലാം ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു നല്ല കാഴ്ചപ്പാട് രൂപീകരിക്കാനായിട്ട് സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഉദാത്തമായ ഒരു മനോഭാവത്തോടു കൂടി ഈ യാഥാർത്ഥ്യത്തെ സമീപിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്നുള്ള ചിന്ത, ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാനുള്ള അവസരം തന്നു എന്നുള്ള ബോധ്യം, ഇനിയും എന്തെങ്കിലും ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ന്യായമായിട്ടും നിയമാനുസൃതമായും ധാർമ്മികമായും സ്വീകരിക്കാനുള്ള അവസരം, അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാനുള്ള സമയം, ഒപ്പം പിന്നീട് ദൈവം തരുന്ന സന്ദേശം സ്വീകരിക്കാനുള്ള സന്നദ്ധത, പൂർണ്ണമായ ഒരു സമർപ്പണം. ഒരുപക്ഷെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതായിരിക്കും. ധാരാളം നേർച്ചകളും പ്രാർത്ഥനകളൊക്കെ നടത്തിയെന്ന് പറഞ്ഞു, പക്ഷേ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തു അബ്രാഹത്തെ പോലെ. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് സമർപ്പിച്ചോ? അങ്ങനെ ഒരു സമർപ്പണം നടത്തുമ്പോഴാണ് ദൈവം അവിടെ അത്ഭുതകരമായിട്ട് ഇടപെടുന്നത്. ആ ഒരു സമർപ്പണത്തിലേക്ക് കൂടി എത്താൻ ഈ ദമ്പതികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ കുടുംബത്തെയും സമാനമായി വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസത്തോടു കൂടി കാത്തിരിക്കാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രചോദനമായി തീർന്നുവെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.